അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ ഞങ്ങളെ ക്ലാസ് ബംഗാറിന്റെ സക്കാത്തിനെ സംബന്ധിച്ചായിട്ടില്ല. ചൊമ്മ ആൾമാർക്ക് സംശയമുണ്ട്, എത്ര പവനിന്നെങ്കിൽ സക്കാത്ത് കൊടുക്കണം, എന്തിനു കൊടുക്കണം, ആർക്ക് കൊടുക്കണം, സക്കാത്ത് ഏത് മാലല് അല്ലെങ്കിൽ കാൽ ചെയിന് അറഞ്ഞന ഇതെല്ലാം കൂടിയിട്ട് ടോട്ടൽ എത്ര പവനിന്നെങ്കിൽ എന്നൊക്കെ ചോദ്യങ്ങൾ പണ്ടിട്ടുണ്ട്. അപ്പൊ ബംഗാര സക്കാത്തിനെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു മിൻഹാജിൽ വിവരിച്ചത് നിസാബുൽ ഫിദ്ദത്തി 100 ദിർഹമിൻ വദ്ദഹബി 20 മിസ്കാല. വെള്ളിയിലും ബംഗാറിലും സക്കാത്ത് നിർബന്ധമാവുന്നത് വെള്ളിയിൽ 595 ഗ്രാം ഇന്നത്തെ ഗ്രാം പ്രകാരം, ബംഗാറിൽ 85 ഗ്രാം എന്നെങ്കിലായിട്ട് സക്കാത്ത് നിർബന്ധമാവുടെ. ബംഗാറ് ചെല്ലുമ്പോൾ ബംഗാറ് കോയിൻ ഉണ്ട്, ബിസ്ക്കറ്റ്, ബംഗാറ് ഗിട്ടുണ്ട്, ബംഗാറതായ ആഭരണങ്ങളുണ്ട്, ആഭരണം കൽത്തുക്ക് കാതുകളിലിട്ടത്. അപ്പൊ ഇതില് എന്നിട്ട് അവിടെ ചൊല്ല് അതാ വൈസക്കിൽ മുഹറമു മിൻ ഹുലിയിൻ വഗൈരിഹി, അതിലപ്പുറം വിവരിക്കുന്നതായിട്ട് ബംഗാറിൽ നിന്ന് ഹറാമാക്കപ്പെട്ടതുക്ക് സക്കാത്ത് കൊടുക്കണം. ലൽ മുബാഹു ഫിൽ അൽഹരി, ഹലാലായക്ക് സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ പെണ്ണിങ്ങ കൽത്തുകും കാതുകും ചന്തത്തുക്ക് വേനായിട്ട് ഇട്ടതൊക്കെ ഹലാലായിട്ടില്ല. ഹലാലായ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ട, ഹറാമായത് കയറ്റിക്കിട്ട് സക്കാത്ത് കൊടുക്കണം. ഹറാമായതുക്ക് സക്കാത്ത് കൊടുക്കണം. ആഭരണത്തിൽ ചൊല്ലേ ബിസ്ക്കറ്റ് കൊടുക്കണം, ബംഗാര ഗിട്ടേ കൊടുക്കണം. സ്വത്തായി എടുത്തു വെച്ചതിക്കേ സക്കാത്തുള്ളേണ്ട്. സ്വത്തായിട്ട് എടുത്തു വെച്ചത് ഒരാൾ പൈസ ഇന്നെങ്കിൽ തീന്ന് പോണതിൽ ബംഗാരം എടുത്ത് വെക്കലാണ്ട് എടുത്തത്, അത് സ്വത്ത, ಅದಕ್ಕೆ സക്കാത്ത് കൊടുക്കണം. ಏನೇ മോലുക് കാത് കിടകു അല്ലെങ്കിൽ കൽത്ത് കിടകു അല്ലെങ്കിൽ കാൽ ചെയിന് ഇത് എടുത്തതായിട്ട് ഇടണു എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആ ബംഗാരമായിട്ട് അവന്റെ ഉദ്ദേശം എന്തിനാ നോക്കണേ, ಇದಕ್ಕೆ സക്കാത്ത് കൊടുക്കണ്ട. അത് ഇട്ടെങ്കിലും ഇട്ടില്ലെങ്കിലും ഔത്ത് ഗാഡ്രേജിൽ വെച്ചെങ്കിലും ലോക്കറിൽ വെച്ചെങ്കിലും ഈ ബംഗാറുമായിട്ടുള്ള അവന്റെ ഉദ്ദേശം എന്തിന്, പിന്നെ മക്കൾ കൽത്ത് കിടകു എന്ന ഉദ്ദേശത്തോടു കൂടെ ആണെങ്കിൽ ಅದಕ್ಕೆ സക്കാത്ത് കൊടുക്കണോട്ടില്ല, ಅದಕ್ಕೆ സക്കാത്ത് ഇല്ല. ഇനി ബംഗാര പാത്ര ഇതെല്ലാം ഹറാമായിട്ടിക്കട്, ബംഗാര പ്ലേറ്റോ ലോട്ടെല്ലാം ആക്കി വെക്കല്, ഇതെല്ലാം ഹറാം. ഈ ഹറാമായതൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടി പണ്ട്. അതുപോലെ ആണിങ്ങ ബംഗാറാക്കി വെച്ചത് ഓനക്ക് കൽത്ത് കിടകു മാല, ഓന് കൈക്ക് ചെയിനെല്ലാം ആക്കി വെച്ചെങ്കിൽ അത് ഈ 85 ഗ്രാമിന്റെ അവിടെ എത്തിത്തുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അതിനായിട്ട് കീഴതക്ക് സക്കാത്തില്ല. ബിസ്ക്കറ്റ് ആണെങ്കിലും കോയിനാണെങ്കിലും 85 ഗ്രാം എത്തിയെങ്കിലായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആണിങ്ങക്ക് പല ബംഗാരതെല്ലാം ഹറാമ് തന്നെ ആയിട്ട് ഏൻ ചൊല്ലതാ. പിന്നെ ആണിങ്ങക്ക് ചെറിയൊരു ഇതുണ്ട്, എന്താണെങ്കിൽ ഈ മൂക്കു എന്തെങ്കിലും ഓപ്പറേഷൻ ആക്കി അവിടെ ബംഗാർ ഇത് വെച്ച് കൊടുക്കേണ്ട ആവശ്യം വെച്ച് കൊടുക്കാം. അതുപോലെ ബെർലിയുടെ പൊടി അത് കറക്റ്റായി പോയിട്ട് അയക്കാൻ വെച്ചിട്ട് ബംഗാർ ഇത് വെച്ചിട്ട് ശരിയാക്കി അവിടെ വെച്ച് കൊടുക്കാം. പല്ല്, ഇത് 3 ആണിങ്ങക്ക് ചെയ്യാം. അല്ലാണ്ട് പിന്നെ ആണിങ്ങക്ക് ബംഗാറെല്ലാം ഹറാമായിട്ടിക്കിടുക. പിന്നെ വെള്ളിയിൽ നിന്ന് ഒരു മോതിരം ആണിങ്ങക്ക് ഹലാലായിട്ടിക്കിടുക. എന്നിട്ട് ചൊല്ല് അപ്പോ ഹലാലായതിൽ സക്കാത്തില്ല. അത് 100 പൗണെന്തെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട, 150 പൗണെന്തെങ്കിലും സക്കാത്ത് കൊടുക്കണ്ട. അതായത് പെണ്ണുങ്ങൾക്ക് മങ്ങലത്ത് ഐക്കി കലപ്പോണ് അത് ഇട്ടിട്ടേ ഇക്കൊന്നിട്ട് എന്തുമില്ല. എന്നിട്ട് ചൊല്ലതാ വൽ അസഹു തഹ്രീമുൽ മുബാലഗതി ഫി സർഫ്. ആഭരണത്തിന് പെണ്ണുങ്ങൾക്ക് ഇടാൻ ചൊന്നല്ലേ, അവിടെ ഇതിൽ ഇസ്രാഫ് വന്നെങ്കിൽ അത് ഹറാമ് കൊണ്ട്. എങ്ങനെ ഇസ്രാഫ്? ഇസ്രാഫ് എന്നുള്ളത് ഇത്തര പവനിട ഇത്തര പവൻ ഇടകുതീറ എന്നല്ല. ഇസ്രാഫിന്റെ കണക്ക് ചൊല്ലുക ഖൽഖാലിൻ വസ്നുഹു 100 ദീനാർ. 2 കാൽ ചെയിന്, ആ കാൽ ചെയിന്റെ തൂക്ക 200 ദീനാർ, 200 മിസ്കാൽ, അതായത് 100 പവനുണ്ട്. 100 പവന്റെ അത്ര തൂക്കം വേണ്ട കാൽ ചെയിന്. അപ്പൊ ഇതൊക്കെ ഇസ്രാഫ് ആയിട്ട്. കാരണം ഇസ്രാഫ് ചെന്നെങ്കിൽ ചന്ത പോയിട്ട് ഏസിക്കാൻ ചൊല്ല ഹന്തത്തിൽ എത്തരുത്. ഈ അന്തത്തിൽ എത്തിയ ബംഗാർക്ക് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഒരു മാലലോ കാൽ ചെയിനിലോ അറഞ്ഞടത്തിലോ ഈ ഇസ്രാഫ് വന്നവിടെ കണക്ക് മീറിയിട്ട്
വന്ന അവിടെ ആ ആഭരണത്തിൽ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് അത് മൊത്തത്തിൽ സക്കാത്ത് കൊടുക്കണം. അതിനകത്ത് ആ ആഭരണത്തിൽ മൊത്തത്തിലായിട്ട് സക്കാത്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോ ഈ പെണ്ണുങ്ങൾ സാധാരണ ഇട്ടത് ഒരു മാല ബല അത് ഇതെല്ലാം ഇക്കിടുക. അത് ഒരു 100-200 പവൻ എന്നുണ്ടെങ്കിലും ಅದಕ್ಕೆ സക്കാത്ത് ബണ്ടില്ല. അപ്പൊ എന്നെ ഒരു കാലിന്റെ ചെയിൻ ഇക്കിട്, നടുക്കൊരു അറഞ്ഞന ഇക്കിട്, കഴുത്തിൽ ഒരു മാല ഇക്കിട്, കാത് കിട്ടരുത്, ഇങ്ങനെല്ല ಬೇರೆ ಬೇರೆ തൂക്കി നോക്കും. ಬೇರೆ ಬೇರೆ നോക്കുമ്പോഴത്തേക്ക് തെൽ പവന് 100 പവനേ ഉണ്ട്, അല്ലെ 150 പവനേ ഉണ്ട്. എന്നാൽ ಅದಕ್ಕೆ സക്കാത്ത് ബണ്ടില്ല. ഏതെങ്കിലും ഒന്നിൽ ഈ ഭംഗി പോയിട്ട് ഏസിಗೆ അവിടെ എനിക്ക് ಹಂತಕ್ಕೆ എത്തിത്തുണ്ടെങ്കിൽ അത് കാണുക ആൽമാർ അതിൽ എന്താക്കിടರು വെറുക്കിടರು. അപ്പൊ ആ ಹಂತಕ್ಕೆ എത്തുമ്പോൾ ಅದಕ್ಕೆ ഇസ്രാഫ് ബണ്ട്. ഇസ്രാഫിൽ മുബാലക കൂടുതലായി ഇസ്രാഫ് കണ്ടെന്നുണ്ടെങ്കിൽ അത് ഹറാമായിട്ടിക്കട്. തെല്ലി ഇസ്രാഫെങ്കിൽ കറാഹത്തായിട്ടിക്കട്. കറാഹത്തായതിൽ ഏത് കൊടുക്കണം? സക്കാത്ത് കൊടുക്കണം. ബംഗാറ് തന്നെ ആയിട്ടിക്കട് സക്കാത്ത് കൊടുക്കേണ്ടത് 85 ഗ്രാം എന്നെങ്കിലും ആയിട്ടിക്കട്. അതിനേക്കാൾ കീഴുന്നതുക്ക് സക്കാത്ത് കൊടുക്കണിട്ടില്ല. എന്നിട്ട് ചൊല്ല് അങ്ങനെയാണെങ്കിൽ അത് ഈ ആഭരണത്തിൽ സക്കാത്ത് ഉണ്ട് ഒരുപാട് ഹദീസുകളില്ലേ? നിങ്ങൾക്ക് വാട്സാപ്പിൽ യൂട്യൂബിലൊക്കെ കാണും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഭരണത്തിൽ സക്കാത്ത് കൊടുക്ക ചൊന്നത്, അതുകൊണ്ട് ആഭരണത്തിൽ സക്കാത്ത് കൊടുക്കണം. ഇതൊക്കെ ഞങ്ങളെ പണ്ഡിതന്മാർ കണ്ടിട്ടില്ലേ? അത് കണ്ടിട്ട് തന്നെ ആയിട്ട് ചൊന്നത്. അത് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഫൈൽ അതിനെ സംബന്ധിച്ച് ചൊല്ല് വൽ അഹാദീസുൽ മുഖ്തദിയത്തു ലിവുജൂബി സക്കാത്തി, സക്കാത്ത് നിർബന്ധം എന്ന് ചൊല്ല ഹദീസുകൾ കാണാം. ആ ഹദീസുകൾ വഹുറുമത്തുൽ ഇസ്തിഅമാലി അത്താല നിസാ, അത് ബംഗാറ് പെണ്ണിങ് വരെ ഉപയോഗിക്കോ തീരാണ്ടല്ല ചൊന്നതൊക്കെ ഹദീസുകൾ കാണാം. അത് ഹമലഹൽ ബൈഹഖി വഗൈറുഹു അല അന്നൽ ഹുലിയ കാന മുഹറമൻ അവ്വലൽ ഇസ്ലാം അല നിസാ. ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് ബംഗാറ് പെണ്ണിങ് വരെ ഹറാമായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അത് ചൊന്നതായിട്ട് അല്ലെങ്കിൽ അതിൽ ഇസ്രാഫ് വന്നത് കൊണ്ട് ചൊന്നതാവാം എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചൊന്നതായിട്ട് കാണാം. അപ്പൊ ബംഗാര സക്കാത്തിലൂടെ ഞങ്ങ 85 ഗ്രാം അത് ഇന്നെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കണം. ഇനി ബംഗാറിൽ തന്നെ നിങ്ങൾ നോക്കൊരു പൊട്ടിയ ബംഗാറുണ്ട്, അതിൽ സമാക്കനുണ്ടെങ്കിൽ അഥവാ കഥാ ലവിങ്കസറൽ ഹുലിയു, ഹലാലായ ആഭരണം പൊട്ടിത്ത് വഖസദ ഇസ്ലാഹു, അതിനെ നന്നാക്കുക, അതിനെ ശരിയാക്കുക, ഒരു വെൽഡാക്കിട്ട് സമാക്കുക ഉള്ളൂ, എന്നാ സക്കാത്ത് കൊടുക്കൊണ്ടില്ലേ? അതേ സമയത്ത് പൊലിഞ്ഞദ്രം വെച്ച് ഇതിനെ സമാക്കില്ല, ഒന്നാ ബിക്ര് അല്ലെങ്കിൽ അതിൽ ഉരുക്കിട്ട് വേറെ എന്തെങ്കിലും ആക്കരുത്. എന്നാൽ ഈ വെച്ചത് മുതൽ വർഷഭർത്തിയാകുമ്പോൾ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് ബംഗാർക്ക് വർഷത്തിലായിട്ട് ഒരു വർഷം തികയുമ്പോഴായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ആ പൊലിഞ്ഞത് മുതൽ ഞങ്ങൾ ഇത് യൂസ് ആക്കല്ല, ഇതിൽ ബിക്കട എന്ന് വെച്ചത് മുതൽ അത് സ്വത്തായിട്ട് വേണ്ടേ. അപ്പൊ സ്വത്തായി വെച്ചതിക്ക് സക്കാത്ത് വേണ്ടേ. നമ്മുടെ പൈസ തീന്നും കൊണ്ട് നാളത്തെ ബംഗാർ എടുത്ത് വെക്കടാൻ്റെ എടുത്ത് വെച്ച പെഞ്ഞായിക കൽത്തുകിടന്നിട്ടുള്ള ഉദ്ദേശമല്ല, മോർക്ക് കൽത്തുകിടന്നിട്ടുള്ള ഉദ്ദേശത്തോടു കൂടെ അല്ല, ഈ ബംഗാറുമായിട്ടുള്ള അവന്റെ ഉദ്ദേശം എന്താ നോക്കണേ. അപ്പൊ അങ്ങനത്തത് 85 ഗ്രാം ഇന്തിന് കണ്ടെങ്കിൽ അതിനായിട്ട് ജാസ്തി ഇന്തിന് കണ്ടെങ്കിൽ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് 100% അതിന് സക്കാത്തായിട്ട് ബംഗാർ തന്നെ കൊടുക്കണം. പൈസ കൊടുത്തെങ്കിൽ ആവില്ല, ബംഗാർ തന്നെ കൊടുക്കണം, വെള്ളിക്ക് വെള്ളി തന്നെ കൊടുക്കണം. ആർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ നാണ് സക്കാത്ത് ഫിത്ർ സക്കാത്ത് സംബന്ധിച്ചും വ്യാപാരത്തെ സക്കാത്തും വിവരിച്ച 2 ക്ലാസ്. അതുപോലെ ഈ ചാനൽ വേറെ ക്ലാസ് ഉണ്ട്, സക്കാത്തിന് അവകാശികൾ 6 എന്നുള്ളത്. അപ്പൊ സക്കാത്തിന് അവകാശികൾ അവിടെ വിവരിച്ചത്. അപ്പൊ അങ്ങായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത് വെള്ളിയിൽ 595 ഗ്രാം വെള്ളി എന്നെങ്കിലേ സക്കാത്ത് കൊടുക്കേണ്ടത്. അതിപ്പോ അത്ര ഇതാക്കില്ല ചൊല്ല. അപ്പൊ അതിനായിട്ട് കൊറടിന്നതൊക്കെ സക്കാത്ത് കൊടുക്കണോട്ടില്ല. കാതോർത്ത് എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.